the Krav Maga, the first national championship. martial arts 23-ല്. ഞാൻ പോയി പഠിച്ചു 2 വർഷം കഴിഞ്ഞപ്പോൾ നാഷണൽസിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടുന്ന് ഗോൾഡ് കിട്ടിയപ്പം ഓക്കെ എന്നാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോവാം, നമുക്ക് ലോകത്തിലെ എല്ലാ ഫൈറ്റേഴ്സിനെയും കാണാം. അങ്ങനെ മമ്മൂക്ക നമ്മളെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അത് വേറെ ഒരു ലെവലിലേക്ക് എത്തി. ഇത് എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യൂഷ്വലി വെൻ ഐ നീഡ് ടു ടോക്ക് ടു ഗോഡ് എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഐ വെന്റ് ടു കേദാർനാഥ്, ദെൻ കാശിയിലൊക്കെ പോയപ്പോഴും എല്ലാം ശിവ ടെമ്പിൾസിലേക്കാണ് ഞാൻ എത്തിപ്പെടാണ്. ഞാൻ ഒന്നും പ്ലാൻഡ് അല്ല. അമ്മമാർക്ക് പെൺകുട്ടികള് ഉണ്ട്. ആഫ്റ്റർ പോയിന്റ് അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ്, അൺബ്രേക്കബിൾ ബോണ്ടാണ്. അമ്മേനെ വരച്ച വരയിൽ നിർത്തുന്ന മോളാണോ, അമ്മ മോളെ വരച്ച വരയിൽ നിന്നാണോ നിർത്താറുള്ളത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും അവളോടും പറയും, ഞാൻ അവളോടും പറയും. എനിക്ക് പറയേണ്ട കഴിഞ്ഞോ എനിക്കറിയത്തില്ലാത്ത അവരോട് ചോദിക്കും, അവളെനിക്ക് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങള് നല്ല ബെസ്റ്റ് ബഡീസ് ആണ്. The World Championship, the Latvian ഗവൺമെന്റിന്റെ കോമ്പാക്ട് ജുജുത്സുന് ഇതൊക്കെ ജുജുത്സുന്റെ എന്തെങ്കിലും റൈറ്റിംഗ് കാണിച്ച് എങ്ങനെയാ ഞാനൊക്കെ ഇവിടുന്ന് പറന്നു പോവായിരിക്കും അല്ലേ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എ ഡേ വിത്ത് ഋതു മന്ത്രയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഋതുവിനെ കാണാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഋതു ഡെയിലി ഈ അമ്പലത്തിൽ വരും എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെട്ടൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇന്നും ഇപ്പോൾ എനിക്ക് കാണാം, അവിടെ ഋതു തൊഴുത് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പാടെ നമുക്ക് ഋതുവിനെ വിളിച്ചു നിർത്തി ഋതുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ഡേ നമുക്ക് ഋതുവിൻ്റെ കൂടെ തന്നെ അങ്ങ് സ്പെൻഡ് ചെയ്യാം. ഋതു എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോണു, എന്തൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയാൻ പോകുന്നത്. ഋതു തൊഴുതിട്ട് വരട്ടെ. യെസ്, ഋതു തൊഴുത് കഴിഞ്ഞോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ആം ഗുഡ്. ഹൗ ആർ യു? അതെ, ശരിക്കും ബ്ലെസ്ഡ് ഡേ. ഋതുവിന് ഞങ്ങൾക്കും എല്ലാവർക്കും ബ്ലെസ്ഡ് ഡേ. ഹലോ, ഹായ്. ഓക്കെ, ഋതു ഇവിടെ ഡെയിലി വരാറുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ഋതുവിനെ. അയ്യോ, ഞാൻ ഋതുവിന്റെ മൈക്ക് തന്നിട്ടില്ല. ഇത്ര നേരത്തെ കിട്ടിയല്ലോ അല്ലേ ഋതുവിന്റെ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ വന്നിട്ടുള്ളൂ. കിട്ടിയിട്ടുണ്ടാവണം. യെസ്, ഇവിടെ എല്ലാ ദിവസവും വരുമോ? ആണ് ഈ ഒരു അമ്പലത്തിലിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒന്നും വരില്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ. ഇത് എന്റെ വീടിനടുത്തുള്ള ഒരു അമ്പലമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യൂഷ്വലി വെൻ ഐ നീഡ് ടു ടോക്ക് ടു ഗോഡ് എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ അടുപ്പം ശിവനടുത്താണോ, ശിവഭക്തിയാണോ? അങ്ങനെ എനിക്ക് ഭക്തിനേക്കാളും ഉപരി എല്ലാ ദൈവങ്ങളും ഐ ഫീൽ ലൈക്ക് നമ്മളൊരു ഫ്രണ്ട് പോലെയാണ്. ഐ ഓൾവേസ് കൺസിഡർ അങ്ങനെ ഒരു കാര്യത്തിലാണ്. അപ്പം ശിവ ഇസ് ലൈക്ക് മേ ബി ഐ എം ബിറ്റ് സ്പിരിച്വൽ മോഡിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഐ ടെൻഡ് ടു അവിടെ എത്തിപ്പെടും. ഞാൻ എങ്ങനെയാണെങ്കിലും ഇപ്പോഴും വിളിക്കും, ആ ഒരു വിളി വരും. അതെ, ഞാൻ എങ്ങനെ വിചാരിക്കും, അത് നമ്മൾ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നമ്മളുടെ ഇതിലേക്ക് അപ്പുറത്തേക്കാണ് എന്നുള്ളത് യുനോ, അത് അതിന്റെ ഒരു ലിവിങ് പ്രൂഫ് പോലെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ യൂഷ്വലി ഐ വെന്റ് ടു കേദാർനാഥ്, ദെൻ കാശിയിലൊക്കെ പോയപ്പോഴും എല്ലാം ശിവ ടെമ്പിൾസിലേക്കാണ് ഞാൻ എത്തിപ്പെടാണ്. ഞാൻ ഒന്നും പ്ലാൻഡ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നെട്ടൂർ ആയതുകൊണ്ട് നെട്ടൂര് ഇന്നത്തെ ഈ ഒരു ഋതു മന്ത്രയുടെ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പോണത്. ഋതു നിന്ന് ആരെയൊക്കെ കാണുന്നു, എവിടെയൊക്കെ പോണു, ഇന്നത്തെ പ്ലാൻ എന്താണ് എന്ന് നമുക്ക് ഇന്ന് കൈയോടെ അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ പറയൂ, ഇത് എന്താണ്? നമ്മള് രാവിലെയാണ്, എന്തായാലും വിശക്കണില്ലേ? പിന്നെ ഋതുവിന്റെ വീട്ടിലേക്ക് വരാനോ? വീട്ടിലേക്കല്ലേ, അമ്പലം കഴിഞ്ഞാൽ വീട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളും കൂടെ പോവുകയാണ്. കൈകൾ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്താ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ്? അറിയില്ല, അതൊന്നും അറിയില്ല. ബിക്കോസ് അമ്മയാണ് ഭരിക്കണത്. ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനത്തെ നോർമൽ ഡയറ്റ് ഫുഡുകളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഞാൻ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഐ തിങ്ക് യു ആർ ഓൾസോ. അപ്പം അമ്മയാണ് കൂടുതൽ കാര്യങ്ങളിൽ പ്രിപ്പറേഷൻ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി, അപ്പൊ നമുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഋതുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്തായാലും അവിടെ നമുക്ക് പോയി ഭക്ഷണം കഴിയും. ഇപ്പൊ ഋതു ഹാഫ് ഫെയിൽ ആയിട്ടുള്ളൂ, പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്തില്ല, മഴ പൊടിയാൻ തുടങ്ങുന്നുണ്ട്. ഋതു പെട്ടെന്നൊന്ന് പ്രദക്ഷിണം നല്ല ആൾക്കാർ വരുമ്പോ മഴയും ഒക്കെ വരും. അതെ. അപ്പൊ ഞാൻ അവിടെ വെയിറ്റ്
വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് പ്രദക്ഷിണം ഓക്കെ ചെയ്ത് ചേച്ചി, താങ്ക് യു. തൊഴുത് കഴിഞ്ഞു, എല്ലാ അനുഗ്രഹവും വാങ്ങി അല്ലേ? എല്ലാവർക്കും അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്, ചേച്ചിക്കും പറഞ്ഞിട്ടുണ്ട്. ആണോ? നല്ല കാര്യം. ഇന്നിപ്പോ ഇതുവരേക്കും ഋതു ഇപ്പൊ എന്താ രാവിലെ എത്ര മണിക്കാ യൂഷ്വലി എണീക്കുക? I get up at 5 o'clock. അയ്യോ എന്ത് നല്ല അമ്പലക്കുളം അല്ലേ? അതാണ്. ആ ഈ അമ്പലക്കുളം നിങ്ങൾ കാണുന്ന ഇത് നെട്ടൂർ അമ്പലത്തിന്റെ ഈ അമ്പലത്തിന്റെ എത്രയും പഴക്കം കുളത്തിനില്ല. ഇത് നെട്ടൂർ എന്ന് പറയുന്നത് ശരിക്കും പണ്ടേ ഒരു ദ്വീപായിരുന്നു, ഇവിടെ ഒരു ഐലൻഡ് ആയിരുന്നു. അതിപ്പം കെട്ടിപ്പൊക്കി ഹൈവേ ഒക്കെ വന്നതിന് ശേഷം വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. വരൂ നമുക്ക് പോവാം. ഇവിടുന്ന് ഇങ്ങനെ നിന്നിട്ട് പോവാൻ തോന്നുന്നുണ്ടോ? പോവാൻ തോന്നുന്നില്ല, പക്ഷെ വിശപ്പിന്റെ വിളിയൊക്കെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഋതു വന്നത്? I used to get up at 5 and എന്നിട്ട് ഈ 5-ന് എന്താ എണീറ്റിട്ട് എന്താ ചെയ്യാ പറഞ്ഞേ? ഡെയിലി എന്താ രാവിലെ എണീറ്റിട്ട് ചെയ്യാ? 5 മണിക്ക് കുറച്ച് ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്. 6 o'clock-ന് എന്റെ മാർഷൽ ആർട്ടിന്റെ ക്ലാസ് ഉണ്ട്. 6 മണിക്ക് അപ്പൊ പോണം. ഓക്കെ, അതാണ് എന്റെ പരിപാടി മെയിൻ. രാവിലെ ദിവസം അതൊരു 9 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. പിന്നെ ഇടയ്ക്ക് പിന്നെ ചില ദിവസം മ്യൂസിക് ക്ലാസ് ഉണ്ടാവും, ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ കുറച്ച് കളരി ഉണ്ട്, ഇടയ്ക്ക് കളരിയിൽ വരും, വർക്ക്ഔട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും ഇന്നിപ്പോ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം കളരിയാണോ? മാർഷ്യൽ ആർട്സ് എന്തായാലും രാവിലത്തെ സെഷനിലായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ചെയ്തോ? അത് ഇന്ന് പോയില്ല. ഇന്ന് പോയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഡേയിൽ ഇനിയിപ്പോ ജിമ്മിലേക്കാണോ പോകുന്നത്? ഭയങ്കര ഒരു ടയറിംഗ് ആണ്. നമ്മൾ അവിടെ പോയിട്ട് നല്ല ഒരു 1 hour വി ആർ ലൈക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാണല്ലോ. അപ്പൊ നമ്മളെ എനർജി നമ്മൾ ഭയങ്കരമായിട്ടും അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടി വാങ്ങാൻ മാത്രല്ല, നമ്മൾ കൊള്ളാനും പഠിക്കണം. അപ്പോ നമുക്കത് ഭയങ്കര ഒരു എക്സോസ്റ്റിംഗ് ആണ്. ആഫ്റ്റർ 9 o'clock കഴിയുമ്പോൾ പിന്നെ ഒരു 1 hour എങ്കിലും വി നീഡ് ആർ ബ്രേക്ക്. ഫുഡൊക്കെ കഴിച്ചു വന്ന് സെറ്റ് ആയിട്ടാണ് പിന്നെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഷൂട്ട് ഇല്ലാത്ത ദിവസം, ഉള്ള ദിവസം അങ്ങനെ പോവാറില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതാ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇനി നേരെ നമ്മൾ ഇവിടെ തൊട്ടടുത്താണ് ഋതുവിന്റെ വീട്. വീട്ടിലേക്ക് പോകുന്നു, അവിടെ പോയിട്ട് ഋതുവിന്റെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പോവാ എന്തായാലും കറിക്കറാം. അതെ, ശരി. അപ്പൊ ഓക്കെ ഋതു, നമ്മൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ഇതാ മഴയൊക്കെ ചെറുതായിട്ട് പൊടിയുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോണു. വീട്ടിൽ ചെല്ലുമ്പോ ഞങ്ങൾ കാണാൻ പോണത് ഋതുവിന്റെ അമ്മേനെയാണ്. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് റെജി. റെജി. ഓക്കെ, ഋതു ഒറ്റ മോളല്ലേ? ആസ് ഐ ഓൾവേസ് സേ, മാസ്റ്റർ പീസ് പീസ് അതിന്റെ ഇല്ല. അമ്മോട് ചോദിക്കണമായിരുന്നു എന്തുകൊണ്ടാ അമ്മ അതിന് ഇതായേന്നുള്ളത്. ഓക്കെ, ശരി. ഇപ്പൊ അമ്മയായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാ? നിങ്ങള് അമ്മ ഋതു, എനിക്ക് അന്ന് ബിഗ് ബോസിൽ പോയപ്പോഴാണെങ്കിലും ഒക്കെ എല്ലാം ഒന്ന് പറയൂ. എങ്ങനെയാണ് അമ്മ ഋതു തമ്മിലുള്ള ഒരു ബോണ്ടിങ്? നിങ്ങൾ അമ്മ മകൾ പോലെയാണോ അതോ ലൈക്ക് ഫ്രണ്ട്സിനെ പോലെയാണോ? വി ആർ ലൈക്ക് മോർ ഇൻ ടു. കാരണം എനിക്ക് 2 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചത്. അപ്പൊ തൊട്ടിട്ട് ഞങ്ങള് രണ്ടുപേരാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. വി ആർ ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്സ്. എനിക്കത് അറിയണ്ടായിരുന്നില്ല. വി യൂഷ്വലി സേ അമ്മമാർക്ക് പെൺകുട്ടികള് ഉണ്ട്, ആഫ്റ്റർ പോയിന്റ് അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ്, അൺബ്രേക്കബിൾ ബോണ്ടാണ്. സീരിയസ്ലി. ചേച്ചിക്ക് അത് അറിയണോ? പിന്നെ എനിക്കൊരു മോളാണ്. ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള കണക്ഷനും ഞാനും ഇപ്പൊ എന്റെ മോളും തമ്മിലുള്ളതുകൊണ്ട് എനിക്ക് ആ ബോണ്ടിങ് കറക്റ്റ് അറിയാം. വണ്ടർഫുൾ ഒരു ബോണ്ടിങ്. അതാണ്, ആ ഒരു ബോണ്ടിങ്ങിലാണ് ഇപ്പൊ ഞാനും അമ്മയും ഭയങ്കര രസമായിട്ട്. ഇപ്പൊ നമ്മള് സൂപ്പർ സിന്ദഗിന്റെ പ്രൊമോഷൻ വന്നപ്പോഴും, അല്ലെങ്കിൽ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് എന്റെ ഒരു പോസ്റ്റർ നമ്മള് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 2017 തൊട്ടിട്ട് ഞാൻ മിസ് ഇന്ത്യ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഫിലിം നമ്മള് കൊച്ചിലെ തൊട്ടിട്ട് അങ്ങനെ നമുക്കൊരു ഡ്രീം ചെയ്യാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മള് ചിലവർ പറയും ഓക്കെ നിങ്ങൾക്ക് ഡ്രീം ചെയ്യാം, നിങ്ങൾക്ക് എത്തിപ്പെടാം. പക്ഷെ സിൻസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ മൈ ഹോം, ബിക്കോസ് ഐ എം ദ ഓൺലി വൺ. അപ്പോ നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാൾ ഫിലിമിലും കാര്യങ്ങളിലും അല്ലെങ്കിൽ മോഡലിംഗിൽ പോലും ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് തിങ്ക് ചെയ്യാൻ പോലും. അതിന്റെ അടുത്ത് കൊച്ചിലെ തൊട്ടിട്ട് എല്ലാവരും നാട്ടിലുള്ളവരും കസിൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നീ പഠിക്കുക, ജോലി ചെയ്യുക, അമ്മേനെ നോക്കുക. യുനോ സം പീപ്പിൾ കാണ്ട് ഈവൻ ഡ്രീം. ആ ഒരു പൊസിഷനിൽ ഒരു അണ്ടർ പ്രിവിലേജ്നെസ്സിൽ നിന്ന് വളരുന്ന ഐ ഫെൽറ്റ് ലൈക്ക് നമ്മളെപ്പോലെ എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും ഇതുപോലെ. ഓക്കെ, നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയും സൊസൈറ്റി നോ നോ യു കാണ്ട്, അപ്പം വൈ കാൻ വി ഡു ഇറ്റ്, വൈ കാൻ വി കം ഫോർവേഡ് എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ മിസ് ഇന്ത്യക്ക് പോയതും. എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് മോഡലിംഗിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ചാൻസസ് ബിക്കോസ് ഓഫ് മൈ ഹൈറ്റ് അങ്ങനെ വന്നതും. അപ്പൊ ഈ 2017 തൊട്ടിട്ട് അമ്മേന്റെ ഒരു ഹോപ്പാണ് ലൈക്ക് എന്നെങ്കിലും ഞാൻ ആവുമായിരിക്കും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാനിത് പറയുന്ന ചേച്ചിന്റെ അടുത്ത് മേ ബി ഈ ഒരു സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോണ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഐ വുഡ് ലവ് ടു ടെൽ ദം ദാറ്റ് ബിലീവ് ഇൻ ദംസെൽഫ്, ഇറ്റ് വിൽ ഹാപ്പൻ.
അപ്പൊ അങ്ങനെ നമ്മൾ ഋതുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, നമുക്ക് വിശക്കുണ്ടല്ലേ? ആ വിശക്കുണ്ട്. ഫുഡ് കഴിക്കാം. ആ അതെ. ഇത് ഋതുവിന്റെ വകയാണോ അമ്മയുടെ വകയാണോ ഈ ചെടിയും കാര്യങ്ങളൊക്കെ? ഒബ്വിയസ്ലി അമ്മ തന്നെയാണ്. ഞാനിവിടെ അധികം പരിപാടികൾക്കൊന്നും പോകാറില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് പറയും ഇതിനുള്ളിൽ കയറിയാൽ മറ്റേ നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാം, അതിന് അത്രയും ചെടികൾ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നാ നോക്കട്ടെ, അത്രയും ചെടികൾ കൊണ്ട് വെച്ചിരിക്കാണ്ട്. ദേ ഇതാണ് ഋതുവിന്റെ അമ്മ. ഹലോ, ഈ മൈക്ക് വെച്ചോട്ടെ? ഋതു വെച്ചു കൊടുക്കും. ആണോ? ഋതുവിന്റെ അമ്മ റെജി. അതെ അല്ലേ? ഞങ്ങള് പേരൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കണത്. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരും വരും. അല്ല, ഞാനാ ക്ഷണിക്കുന്നത് അവരെ. സ്വന്തം വീട് പോലെ വരും. ഹായ്, കൊള്ളാം. നൈസ് ഹൗസ്. നല്ല ഏറി, നല്ല പോസിറ്റീവ്. ഇതാണല്ലേ അമ്മയുടെ കളക്ഷൻ ചെടികൾ എന്നൊക്കെ പറഞ്ഞത്? ഓർക്കിഡ് കളക്ഷൻ. ഒരു ദിവസമെങ്കിലും ഈ ഋതു ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും ഒഴിക്കാറുണ്ടല്ലേ? അമ്മ നാട്ടില് പോകുന്ന ടൈമിൽ ഞാനാണ് ഇവിടത്തെ മേലധികാരം. ഓ, അപ്പൊ ഇതെല്ലാം നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കാറുണ്ട്. ഞാൻ ആ വ്യൂ ഒക്കെ ഒന്ന് കാണട്ടെ. പ്ലീസ് 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 വായോ. വാവ്, സൂപ്പർ. ഫുൾ നല്ല വാട്ടർ ഫേസിംഗ് ആണല്ലോ എല്ലാം. നമ്മൾ തേവരെല്ലാം നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല രസമാണ്. മഴയൊക്കെ പെയ്യുമ്പോ എന്ത് രസമല്ലേ? ഇങ്ങോട്ട് ചാറ്റിലടിക്കോ? ഫുൾ വെള്ളം വീഴും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് മറ്റേ രാവിലെ മെഡിറ്റേഷൻ സ്പേസും അതിന് പറ്റിയ സ്ഥല. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം. കൊതുകില്ലാതിരുന്നാ മാത്രം മതി. പക്ഷെ നൈറ്റില് ഭയങ്കര അത് ഷിപ്പ് യാർഡാണ്. അപ്പൊ ഭയങ്കരമായിട്ടും നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ഫോർട്ട് കൊച്ചി രാത്രിക്ക് അവിടെ നിന്നുള്ള ലൈറ്റ് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും. നല്ല ഭംഗിയുണ്ടാവും. ഫുൾ ടൈം നല്ല വ്യൂവിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് നോക്കിയൊന്ന് നിന്നാ മതി. അതിങ്ങനെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചില സമയത്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള ഒരു പുറത്തേക്ക് ഇറങ്ങാണ്ട് എന്തിനാ. പിന്നെ ഇതൊക്കെയാണ് അമ്മേന്റെ ഫ്രണ്ട്സ്. ഇതിന് വെള്ളം ഒഴിക്കുമ്പോ സംസാരിക്കുകയൊക്കെ ചെയ്യോ ആണ്ടി? ആണല്ലേ? അങ്ങനെ ചെയ്യണം എന്നാ പറയാ. ചെടികളോട് നമ്മൾ സംസാരിക്കുക. പൂ തരാൻ താമസം ഞാൻ പറയും ഇതെന്നാ മുട്ട് തരാതിരിക്കുന്നേ, പൂ ഞാൻ ഇവരെ പേടിപ്പിച്ചാലും പറയും ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കളയും കേട്ടോ. നീ എനിക്ക് ഒന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ചില മരങ്ങളൊക്കെ തന്നില്ലെങ്കിൽ നീ എന്താ തരാത്ത? ഇത് നമ്മൾ കുറെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാജിക്കലി നമുക്ക് പെട്ടെന്ന് എന്റെ വീട്ടിലൊക്കെ സ്ഥിരം അനുഭവം ഉള്ളതാ. തല്ലുണ്ടാക്കിയിട്ടാണ് എല്ലാ ഞാൻ പറയും കൊണ്ടുപോയി പുറകെ കൊണ്ടുപോയിക്കും കേട്ടോ. ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ വേഗം പൂത്തോളം പറയും. അപ്പൊ തരും. അതൊക്കെ ഉണ്ട്. ഇറ്റ് വർക്ക്സ്. അതറിയോ? പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത ഈ ഋതുവിനെ നമ്മൾ അറിയുമ്പോഴും വലിയൊരു സ്റ്റാറും ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ അടുത്ത് ഷൂട്ടിന് വന്നിരിക്കുമ്പോഴും കുറച്ചൊക്കെ പോളിഷ്ഡ് ആയിരിക്കുമല്ലോ. ശരിക്കും വീട്ടിലെ ഋതു എന്താണെന്ന് അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ. കുസൃതിയാണോ? എന്താണ് ഈ ഋതുവിന്റെ ശരിക്കുമുള്ള ഒരു ക്യാരക്ടർ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടോ? അമ്മേനെ വരച്ച വരയിൽ നിർത്തുന്ന മോളാണോ? അമ്മ മോളെ വരച്ച വരയിൽ നിന്നാണോ നിർത്താറുള്ളത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും അവളോടും പറയും, ഞാൻ അവളോടും പറയും. എനിക്ക് പറയേണ്ട കഴിഞ്ഞോ എനിക്കറിയത്തില്ലാത്ത അവരോട് ചോദിക്കും, അവൾ എനിക്ക് പറഞ്ഞു തരും. അങ്ങോട്ടും നിങ്ങൾ നല്ല ബെസ്റ്റ് ബഡീസ് ആണ്. നിങ്ങൾ ഔട്ടിങ്ങിനൊക്കെ നിങ്ങൾ അമ്മയും മോളും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോവാറൊക്കെ ഉണ്ടോ? പുറത്തേക്ക് കറങ്ങുക, മൂവി കാണുക, എല്ലാം പോവാറുണ്ട്. എല്ലാം ഉണ്ട്. ചെറുതിലേ തൊട്ടിട്ട് അല്ലേ? അന്നൊക്കെ ഇങ്ങനെ അമ്മ ഒരു ഇതൊക്കെ കാണണമെങ്കിൽ അമ്മേന്റെ അടുത്ത് കൊറേ ചോദിച്ചിട്ട് അമ്മ ഒരു സിനിമ കാണാൻ കൊണ്ടുപോകുമ്പോ ഒരു സിനിമ കാണാൻ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഐ സ്റ്റിൽ റിമെമ്പർ ഏതൊരു സിനിമ കാണാൻ വേണ്ടിട്ട് പോണ ടൈമില് ആ സിനിമ മാറിപ്പോയി. മാറിയല്ല, ഹൗസ്ഫുൾ എന്തോ ആയിരുന്നു അല്ലെ. എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ പോയിട്ട് കാണേണ്ട ഇത് വന്നു. അപ്പൊ അമ്മ എന്നെ കൊണ്ടുപോകാഞ്ഞിട്ടൊക്കെ ഞാൻ ഭയങ്കര തല്ല് പിടിക്കണു. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു എന്തോ നീ ചെയ്യേ എന്റെ കൂടെ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാ. പക്ഷെ എന്നിട്ടും അമ്മ എന്നെ പറ്റിച്ചു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ അന്ന് അങ്ങ് ചെയ്തില്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ നമ്മളെ ചിലപ്പോ ഇടയ്ക്ക് നീ എന്നിട്ട് ബിസിയാണ് എന്നെ കൊണ്ടുപോവാ പറഞ്ഞിട്ട് പറഞ്ഞു. അന്ന് അമ്മ അങ്ങനെ ചെയ്തു പറ്റിച്ചില്ലേ? ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ എന്താണ്? ബ്രോൺസ് മെഡൽ എവിടെ? അത് ആദ്യം കാണിച്ചത് അതാണ് അല്ലെ? അത് എവിടെ? ഇതാണോ അത് ബ്രോൺസ് മെഡൽ? അപ്പൊ മറ്റേതോ? ഇത് നാഷണൽസ് ആണ്. എനിക്ക് 2 മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രോൺസ്. ഇതാണ് ലാത്വിയൻ ഫ്ലാഗ് ആണത്. കണ്ട വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ദ ലാത്വിയൻ ഗവൺമെന്റിന്റെ അതെ. കോമ്പാക്ട് ജുജുത്സുന് ഇതൊക്കെ ജുജുത്സുന്റെ എന്തെങ്കിലും റൈറ്റിംഗ് കാണിച്ച് എങ്ങനെയാ ഞാനൊക്കെ ഇവിടുന്ന് പറന്നു പോവായിരിക്കും അല്ലേ? മാറി നിന്നിട്ട് എന്റെ ഒരു സാധനം ഉടക്കാണ്ട് നിങ്ങൾ ഞാനപ്പോ ഇങ്ങനെ സെൽഫ് ഡിഫൻസ് വെച്ച് നിൽക്കേണ്ടി വരും. സെൽഫ് ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചുറി ഉണ്ടാവും. അപ്പം
നമുക്ക് ആ ഡിഫൻസിന്റെ ടൈമിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ അടിക്കാൻ അറിയണവർ അധികം തല്ലില്ല എന്ന് പറയുള്ളൂ. ബിക്കോസ് വി നോ എവിടെയാണ് മർമ്മം, ഇഞ്ചുറി ഒക്കെ എങ്ങനെയാണ് വരാന്നുള്ളത്. ശരിക്കും ഇതിപ്പം നേടിയെന്ന് പറഞ്ഞില്ലേ ബ്രോൺസ് മെഡൽ, ഇതിലേക്ക് ഉണ്ടായിരുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഇത് തന്നെ എയിം ചെയ്തിട്ടാണോ ഇത് പഠിച്ചു തുടങ്ങിയത്? പിന്നെ അമ്മ പിന്നെ പോയോ? ആന്റി അമ്മ കുറച്ച് കാര്യങ്ങൾ അവിടെ അമ്മയ്ക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കണോ? അടുക്കള ബ്രേക്ക്ഫാസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ. ഒരു സെക്കൻഡും കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അപ്പൊ ക്യാമറയുടെ മുന്നിലേക്ക് വാ, എല്ലാരും കാണണ്ടേ. അമ്മ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അമ്മ ക്യാമറ വരുമ്പോ തന്നെ പറഞ്ഞു വരൂല പിടിച്ച് ഇവരെ നിർത്തിയത്. എന്നോട് സംസാരിച്ചത് ക്യാമറയിലേക്ക് നോക്കാൻ വേണ്ട. അതെ, ഇങ്ങനെ ഈ ഒരു ഋതുവിനെ ഇങ്ങനെ ഒരു സെൽഫ് ഡിഫൻസിലേക്ക് പഠിപ്പിക്കാൻ വിട്ടത് ആന്റിയുടെ തന്നെ ഒരു ഇതായിരുന്നു. എന്തുകൊണ്ടാ മോൾ ഇന്നിപ്പോ നമ്മൾ എപ്പോഴും പറയും പെൺകുട്ടികൾ ഇതെല്ലാം പഠിച്ചിരിക്കണം, നല്ലതാണ്, നമ്മളെല്ലാരും പറയുന്ന കാര്യമല്ലേ. ഇപ്പൊ ഞാനും എന്റെ മോളുടെ അടുത്തൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒരു ഇത് കണ്ടിട്ടാണോ ഋതുവിന്റെ അടുത്തേക്ക് ഋതുവിനെ ഇത് പഠിക്കാനായിട്ട് വിട്ടത്? അതോ വീട്ടില് ഋതുവിന്റെ ഈ ആക്ടിവിറ്റി ഇതൊക്കെ കണ്ടപ്പോ ഇവിടെ ഇതിൽ ഗുഡ് ആയിരിക്കും അങ്ങനെ തോന്നിയിട്ടാണോ? എങ്ങനെയാ അത് വിടാൻ കാരണം? അതൊക്കെ ഞാൻ തന്നെയാണ് അമ്മയുടെ ചോദിച്ചൊരു കാര്യം. ഞാൻ നമ്മള് കൊറോണ കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഒരു ടൈം കഴിഞ്ഞപ്പം കൊച്ചിനെ തന്നെ പഠിക്കണം എന്ന് തോന്നി. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു. നമ്മളൊരു നെയ്ബർ പോവുണ്ടായിരുന്നു ക്രൗമൊക്കെ പഠിക്കാൻ. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഹി സെഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഗേൾസ്, സെൽഫ് ഡിഫൻസ് ആണ്, സ്ട്രീറ്റ് ഫൈറ്റ് ആണെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ പോയി തുടങ്ങി. അങ്ങനെ ഞാൻ ഇതിങ്ങനെ കോമ്പറ്റീഷന് പോകുന്ന ഒന്നും വിചാരിച്ചിട്ടല്ല, നമ്മളുടെ ഒരു ഇതായിട്ട് പോയി ഇപ്പം ആ ടൈമിൽ എനിക്കൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ഫൈറ്റിന്റെ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് പോയി ചെയ്യുമ്പോൾ ഒരു ഓഡ് ലുക്ക് ആയിരിക്കുമല്ലോ, നമ്മളൊരു ട്രെയിൻഡ് അല്ലെങ്കിൽ. അങ്ങനെ ഞാൻ പോയി പഠിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ നാഷണൽസിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടുന്ന് ഗോൾഡ് കിട്ടിയപ്പം ഓക്കെ എന്നാ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോവാം, നമുക്ക് ലോകത്തിലെ എല്ലാ ഫൈറ്റേഴ്സിനെയും കാണാം. അങ്ങനെ മമ്മൂക്ക നമ്മളെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അത് വേറെ ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെയാണ്. അപ്പൊ ശരിക്കും ഇതിപ്പോ എത്ര നാളെ ഇപ്പൊ പഠിക്കണു? 3 years ഇവിടെ തന്നെ 3 വർഷമായിട്ട് ഇവിടെ തന്നെ. ഓക്കെ, അതാണ് ഈ സംഭവം. ബാക്കി ഇതൊക്കെയോ, ഈ സംഭവങ്ങളൊക്കെയോ കിട്ടിയതാണ്. പിന്നെ ഇതാണ് ക്രൗമാഗ നാഷണൽസിൽ കിട്ടിയ എന്റെ മൊമെന്റോ. ഓക്കെ, this momento ആണ് അവിടെ നിന്ന് കിട്ടിയത്. See the Krav Maga, the first national championship. Okay. The National Indoor Martial Arts Games 23 23. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ പിന്നെയൊക്കെ ഇതാ ഓപ്പറേഷൻ ജാവയുടെ ഇത് ഓപ്പറേഷൻ ജാവ, പിന്നെ ചതി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സിനിമ. പിന്നെ എന്റെ കോളേജിലുള്ള കുറെ പണ്ട് തൊട്ടേ സ്കൂളിൽ ഇതൊക്കെ സ്കൂളിലത്തെ ആണോ ഈ മേളിലിരിക്കുന്ന ചെറുതെല്ലാം? സ്കൂളിൽ. പിന്നെ ഇത് മറ്റേ മിസ് ഇന്ത്യക്ക് പോയപ്പോ ക്രൗണിങ്. ഇതിനിടയിൽ ചെലങ്ക കൊണ്ട് ഷോപ്പീസായിട്ട് വെച്ചിരിക്കുന്നത് എന്താ? ഞാൻ ആദ്യം കാണോ. അത് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകല്ലോ, അവിടെ ആകുമ്പോ എല്ലാ സാധനവും അമ്മ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ എടുക്കാൻ എളുപ്പത്തിന്. ഡാൻസ് അങ്ങനെ ശരിക്കും സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? മിസ് ഇന്ത്യന്റെ ഇതാണ് മറ്റേ സാഷ്. ഓക്കെ, ഇതാ മിസ് ഇന്ത്യയുടെ. അത് ക്യാമറ ഇങ്ങോട്ട് വന്നാൽ കിട്ടും, ഞാൻ എടുത്തു തരാം. പതുക്കെ കൊറേ കാര്യം. ഡാൻസ് ഞാൻ കഥക്ക് മാത്രം ഇങ്ങനെ കുറച്ച് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. മ്യൂസിക് ഹിന്ദുസ്ഥാനി. നമ്മള് കൃഷ്ണപ്രഭ അറിയോ? പിന്നെന്താ, അറിയാലോ. അവിടെ നമ്മളുടെ ഒരു ജൈനിക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആർട്ട് സ്കൂൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങിട്ട് കാണട്ടെ. റിതു ഓൾറെഡി ഇട്ടിട്ടുള്ളത് ഇനി ഞാനിടാം. ഞാൻ മിസ് ഇന്ത്യക്കൊന്നും ഇനി പോകാൻ പറ്റില്ല. മിസ് പറ്റില്ലല്ലോ, മിസ്സസ് കേരള ആയിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്കിടാലോ, അങ്ങനെ ഇങ്ങനെ അങ്ങിടാലോ വിത്ത് യുവർ പെർമിഷൻ. ഇതിലെ മേളിൽ കൂടെ കണ്ടോ? അപ്പൊ എനിക്കും പറയാം. കറക്റ്റ് ആയിട്ടൊന്ന് സൂം ഇൻ ചെയ്ത്. ഇതാ മിസ് ഇന്ത്യ 2018. 2018. ഞാൻ 2006 അല്ല 2003 2004 അപ്പോഴത്തേക്കായിരുന്നു മിസ് കേരള, മിസ് യൂണിവേഴ്സിറ്റി, ഫാഷൻ ക്വീൻ, മിസ് സ്പോൺസ് BTK അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ എനിക്ക് ഇത് വന്നിട്ടുണ്ട്. അതിൽ പോവാതിരുന്ന എന്താണ്? അതൊന്നും എനിക്ക് സെറ്റ് ആവും തോന്നിയില്ല, അതുകൊണ്ട് പോയില്ല. എന്തായാലും ഇതേ ഉള്ളൂ അവിടെ പോയി. ഇതാണ് കിട്ടിയത്. അതെ. ഓക്കെ, പിന്നെ പറയൂ വേറെ എന്തൊക്കെയാണ്? എന്തോ തിരക്കിലാണോ? അല്ല, പറഞ്ഞു. ഇല്ല, എന്നാലും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയൂ. ഋതുവിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബിഗ് ബോസിൽ പോയപ്പോഴത്തെ ഋതുവിന്റെ വിശേഷങ്ങൾ. പോയപ്പോ ആന്റി എല്ലാ എപ്പിസോഡും ഇരുന്ന് കാണുമായിരുന്നോ? എല്ലാം കാണുമായിരുന്നു. ആണോ? ഇവിടുന്ന് പോയപ്പോ ആന്റി എന്ത് വിചാരിച്ചു? അവള് പോയ ഒരാഴ്ചയും കൊണ്ട് അവളുടെ കയ്യിലിരിപ്പോണ്ട് ഒരാഴ്ച അവള് തിരിച്ചു വരും എന്ന് വിചാരിച്ചു? ഇല്ല, അങ്ങനെ വിചാരിച്ചു. ആണോ? ഞാൻ വിചാരിച്ചായിരുന്നു 100 ദിവസം നിന്നില്ല, ഒരു 50-60 ദിവസം എന്തായാലും നിൽക്കുമെന്ന് എനിക്കറിയാറുണ്ട്. അത്ര പേഷ്യൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അത്ര നിൽക്കുമെന്ന് എനിക്കറിയാറില്ല. പിന്നെ ഒരു 50 ആയപ്പോഴത്തേക്കും പിന്നെ എങ്ങനെയാണല്ലോ 100 നിർത്തണം, 100 ദിവസം നിക്കണം, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെ എന്തായാലും
ദൈവത്തിന്റെ കൃപ കൊണ്ട് ഫൈനൽ വരെ നിന്നു, ഫൈനൽ വരെ അങ്ങ് എത്തി. അത് നല്ലൊരു പ്രാർത്ഥന. ഓക്കെ ഓക്കെ, റിയലി കാര്യം. ഇതൊക്കെ ബെഡ്റൂം, 3 ബെഡ്റൂം. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ക്യാമറ പറഞ്ഞ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം നല്ല വ്യൂ ആണല്ലേ, എല്ലാം വാട്ടർ ഫേസ് ആണ്. ഓക്കെ, 3 ബെഡ്റൂം. നമ്മുടെ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പോകുന്നില്ല. അതെ, 3. അവിടെ നിറയെ ചെടികൾ കാണാം. ആ ചെടികളാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഈ ബാൽക്കണിയിൽ ആ റൂമിലും ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഇല്ല, ബാക്കി എല്ലായിടത്തും ചെടികൾ. ഇത് കൂട്ടൊക്കെയാ അത്യാവശ്യം വേണ്ട മഞ്ഞൾ, മെഡിസിനൽ കാര്യങ്ങളെല്ലാം അവിടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലാൻഡിൽ ഇങ്ങനെ എല്ലാം നട്ട് ആ ഒരു ഇതാണല്ലോ. വേഗം നമുക്ക് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ഋതു കൊണ്ടുവന്നതാണ് എറണാകുളത്തേക്ക്. അമ്മയും വരൂ എന്റെ കൂടെ, എന്നെ സഹിക്കാൻ അമ്മ വരുമെന്ന് പറഞ്ഞു കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളുടെ ഈ കൊച്ചി ഇഷ്ടപ്പെട്ടോ? കണ്ണൂരുകാർക്ക് കൊച്ചി ഇഷ്ടപ്പെട്ടു. ആണോ? ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ കൊതുകും ആൾക്കാരും ഒക്കെ ഇഷ്ടമായി. കൊതുക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ കുഴപ്പമില്ല, പിന്നെ ചെയ്യാൻ പറ്റും. കൊതുകുള്ളടത്ത് ചെന്നാൽ കൊതുകിന്റെ കൂടെ. പക്ഷേ ഈ ഫ്ലാറ്റ് ജീവിതമൊക്കെ ഇഷ്ടപ്പെട്ടു ആണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്നെ എവിടെ കൊണ്ടിട്ടാലും അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. ഓക്കെ, ശരി. അപ്പൊ എന്നാ ആന്റി ക്യാരി ഓൺ, ആന്റിയുടെ ലോകത്തിലേക്ക് പോയിക്കോ. വിടില്ല, ഇനി പോകുന്നതിന് മുമ്പേ കാണും. ഋതുവിന്റെ അടുത്ത് 1-2 കാര്യങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കും. അല്ല, പോകുന്നല്ല പറഞ്ഞേ, എന്നാലും ഒരു താങ്ക്സ്. ഓക്കെ ഓക്കെ, ശരി. ഞങ്ങളുടെ ഈ കൊച്ചു ഭവനത്തിലേക്ക് വന്നതല്ലേ. അപ്പൊ വരും, ഋതുവിന്റെ അടുത്ത് ചോദിക്കട്ടെ. ചേച്ചി, നമ്മള് ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പം ഷുഡ് ഗിവ് യു എ ഗോൾഡ് കോയിൻ എന്നാണ് കണ്ണൂർ പറയാറ്. ആണല്ലേ? അതുകൊണ്ട് തന്ന ഗോൾഡ് കോയിൻ ആണല്ലേ? കണ്ടല്ലോ നിങ്ങൾ, എനിക്ക് എത്ര രൂപയുടെ ഗോൾഡ് കോയിൻ ആണ്, എത്ര രൂപ വരും? ആരും തന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ നല്ലൊരു ഗോൾഡ് കോയിൻ ഒരു വീട്ടിലെത്തുമ്പോൾ കിട്ടുന്നത്. നമ്മളിത് പറയുമ്പോൾ ഐശ്വര്യങ്ങളും ഓണത്തിന് അല്ലേ ഉണ്ടാവട്ടെ, നാവ് പൊന്നാവട്ടെ ഋതു. താങ്ക് യു, നല്ല പൊന്നാവട്ടെ. ഇത് ചോക്ലേറ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരി, നമുക്ക് ഞാൻ കൊടുത്ത ഗോൾഡ് കോയിൻ ആയിരുന്നു. അതെ, ചോക്ലേറ്റ് ആയില്ലോ ഇല്ലയോ എന്നറിയില്ല. ഇത് ഋതു മന്ത്ര ഇൻസ്റ്റാ ഫാമിലി. വി ഹാവ് ഒരു ആർമി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. ചേച്ചി ഇരിക്കും, അവിടെ അവര് തന്ന ഒരു ഇതാണ് ഋതുവിന്റെ ചായ. ഇത് എത്ര ഇയേഴ്സ് ബാക്കാ? ഇത് ഞാൻ ഫസ്റ്റ് എന്റെ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണത്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ടൈമില്. ഓ, ഭയങ്കര ഇത് അല്ലേ, ഡിഫറൻസ് ഉണ്ട് അല്ലേ? അന്ന് മെലിഞ്ഞിട്ട് അതിപ്പോഴും അങ്ങനെയാണല്ലോ, ഏജ് മാറുമ്പോൾ നമുക്ക് കുറച്ചൊരു ചേഞ്ച് വരും. ഈ ഒരു ടൈമിൽ പക്ഷെ ഞാൻ പിന്നെയും അങ്ങോട്ടേക്ക് പോവാഞ്ഞിട്ടാണ് എന്റെ ഇവിടെ പെട്ടെന്ന് കട്ടാണ്. ഋതു ഇപ്പം എത്രയാന്ന് പറഞ്ഞാലും ഈ ഒരു നിൽക്കുമ്പം ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇപ്പം അമ്മ ഒരു പക്ഷേ ഋതുവിൻ്റെ ഫുൾ എല്ലാം അറിയാം, ഋതു എന്താണ്, ഋതുവിൻ്റെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രഷറോ ചോദ്യമോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ പൊതുവെ നമ്മൾ ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുമ്പോൾ എത്രയാന്ന് പറഞ്ഞാലും വീട്ടുകാരുടെ ഇടയിൽ നിന്നും മറ്റൊരുടെ എന്നാണ് കല്യാണം, അല്ലെ കല്യാണം പ്ലാൻ ഇല്ലേ, ഇങ്ങനത്തെ ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ അല്ലെ ചെയ്യാറുണ്ടോ? ഞാൻ അതുകൊണ്ട് ഒരു കല്യാണത്തിന് പോവാത്ത അവസ്ഥയിലേക്ക് ആണല്ലേ. ഫാമിലി ഫംഗ്ഷൻസിന് പോയാല് എല്ലാരും കഴിഞ്ഞ ഞാനൊരു കല്യാണത്തിന് ഇവിടെ പോയപ്പോ അവര് ചോദിച്ചു, ഒരു അപ്പാപ്പൻ വന്നിട്ട് എന്താണ് ഇത്ര വയസ്സായില്ലേ കല്യാണം കഴിക്കണത്? അപ്പൊ ഞാൻ അപ്പാപ്പന്റെ അടുത്ത് ചോദിച്ചു, അപ്പാപ്പ കല്യാണം കഴിച്ചിട്ട് അപ്പാപ്പൻ എങ്ങനെയുണ്ട്? അപ്പാപ്പ ചോദിക്കരുത് ചോദ്യം. എന്താ ഋതു വേണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ടാണോ? എനിക്ക് ഫാമിലി കല്യാണം കഴിക്കണം, മാരേജ് ഇഷ്ടമാണ്. പെർഫെക്ഷനും അല്ല, നമുക്ക് ആ ഒരു കണക്ഷൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ, മെന്റലി ഫിസിക്കലി സ്പിരിച്വലി ആ ഒരു കണക്ഷൻ നമുക്ക് വരണം. ഇറ്റ്സ് ലൈക്ക് ആരെങ്കിലും കല്യാണം കഴിക്കേണ്ട സമയം ഇസ് ഓവർ. അത് നമുക്ക് പണ്ടേ കഴിക്കായിരുന്നു. ആ ഒരു ടൈം വരെ കല്യാണം കഴിക്കാൻ ഇല്ലേ, ഐ ക്യാൻ live by myself. ഋതുവിന്റെ ഫോണാണോ അടിക്കുന്നത്? I think yes. Vibration. Yes. വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹാ, ഓക്കെ ഓക്കെ, ഞങ്ങൾ വരാം, ഇപ്പൊ വരാം, ഒരു 10 മിനിറ്റ്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ശരി. ചേച്ചി നമുക്ക് എന്നാലേ ഫ്രണ്ടിനെ കാണണ്ടേ എന്റെ? അപ്പൊ നമുക്ക് അടുത്ത പ്ലാൻ അതാണോ? ഫ്രണ്ടിനെ കാണാൻ പോകുന്നു? ഫ്രണ്ടിനെ കാണിക്കാൻ ഇന്ന് ഫുൾ എനിവേ ചേച്ചി എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, അപ്പൊ എവിടേക്കാ നമ്മൾ പോണേ? നമുക്ക് ബ്രോഡ്ബീൻ ഹോട്ടലിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു വളരെ അടുത്തായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. അപ്പൊ നമ്മളിപ്പോ അവരെ കാണാൻ പോകും. അപ്പൊ എന്നാ നമുക്ക് എന്നാ ഫ്രണ്ടിനെ കാണാൻ പോവാ? ഇല്ല ഇല്ല ചേച്ചി, നമുക്കൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട്, എന്തായാലും വീട്ടിൽ വന്നല്ലേ, ചായ കുടിച്ചു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. അല്ല, അപ്പൊ പിന്നെ നമ്മൾ പിന്നെയും വൈകും, നമുക്ക് എന്താ പോയിട്ട് വരാം. സാരല്ല, എന്തായാലും അമ്മ കുറച്ച് ലേറ്റ് ആവില്ലേ ഋതു? അവര് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ചെറിയ ഹലോ, കണ്ണൂര് വന്നിട്ടുണ്ടോ അറിയാലോ, നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാതെ അതെനിക്കറിയാം. പക്ഷേ പോയില്ല. അല്ല, അവര് 10 മിനിറ്റിൽ കാണാന്ന് പറഞ്ഞോണ്ട് അത് സാരില്ല,
നമുക്ക് എന്തായാലും 10 മിനിറ്റിൽ ഇറങ്ങാം, നോ പ്രോബ്ലം. ഋതുവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഹോപ്പ്ഫുള്ളി അവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ആരാണ് എന്താണ് ബാക്കി ഇന്നത്തെ ഡെയിലി പരിപാടികൾ എന്തൊക്കെയാ ഋതു? ഫ്രണ്ടിനെ കണ്ടിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകും. ഫ്രണ്ടിനെ കണ്ടിട്ട് ലോട്ട് ഓഫ് പരിപാടികൾ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഇരിക്കും, അവിടെ ഇരിക്കാം. നമുക്ക് മേ ബി എന്റെ മാർഷൽ ആർട്ട് കാണാൻ പോവാം, ജിമ്മ് പോവാം, ഓക്കെ, എനിത്തിങ്. ഇറ്റ്സ് ആക്ച്വലി യു ക്യാൻ ചൂസ് അല്ലേ. ഋതുവില് ശരിക്കും നിൽക്കുന്നത് ഒരു ട്രഡീഷണൽ ടച്ച് ആണോ കൂടുതലും, റാദർ ദാൻ ഈ ഒരു മോഡേൺ ഒരു സാധനത്തിനെക്കാട്ടിലും ഋതുവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ? ഐ ആം ഇൻ ഓൾഡ് സോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ഒരു മറ്റേ സെറ്റ് മുണ്ട കൊടുത്ത് രാവിലെ ഒരു അമ്പലത്തിലൊക്കെ വിട്ട് മറ്റേ ഉത്രാളിക്കാവൊക്കെ പോയി ഒരു ചെണ്ടമേളവും കേട്ട് ഇപ്പൊ എന്താ പറയാ നമ്മളുടെ കണ്ണൂര് ഇതുണ്ടല്ലോ തെയ്യമൊക്കെ കാണാൻ വിടുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ്. പക്ഷെ എനിക്ക് ഇതും ഇഷ്ടമാണ്. ഐ ലവ് ബോത്ത്. സോ യു നീഡ് ടു ഹാവ് ബാലൻസ് അല്ലേ. പക്ഷെ അതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. കണ്ണന്റെ അമ്മ. കണ്ണന്റെ അമ്മ. അതുകൊണ്ടായിരിക്കും ഇൻസ്റ്റയിൽ നോക്കിയാലും ഋതുവിന്റെ ഫുൾ ഇങ്ങനെ നിറയെ ധാവണി കൊടുത്തതും ട്രഡീഷണൽ ഇതിലുള്ളതും ഒക്കെ സാരിയും ഒക്കെ കൂടുതലും കാണാം. അയ്യോ ഒന്നും. താങ്ക് യു. താങ്ക് യു. ഇവിടെ എന്താ നിങ്ങൾ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുക? ഡിഫറെന്റ് തിങ്സ്. മറ്റേ റാഗി, അതില് സ്മൂത്തി കഴിക്കും. പിന്നെ എല്ലാം ഹെൽത്തി ആണ്, കൂടുതൽ ഹെൽത്തി ആണ്. പിന്നെ പുട്ട് മീൻകറി. പുട്ടും മീൻകറിയും ഒരു കണ്ണൂർക്കാരുടെ ഒരു നൈസ് കോഫി. നല്ല ഫ്ലേവർ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഈ പൊടിച്ചാണോ? എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത്? പക്ഷെ കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്കിനി പോണ്ടേ, ഫ്രണ്ട് വെയിറ്റ് ചെയ്യല്ലേ? കഴിക്കാം. ഋതുവും കഴിക്കും. ഇതൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. സാധനം കൊള്ളാട്ടോ. ഇല്ലില്ല, ഞാൻ തനിയെ കോൺ തന്നെ വേവിക്കും. ഒരു സെക്കൻഡ്, എനിക്കൊരു ഫോൺ. ഹലോ, പറഞ്ഞോ. അതെ, ഇന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ നോക്കട്ടെ. അല്ല ഇപ്പോഴല്ല, ഇപ്പം ഞാനൊരു ഇന്റർവ്യൂവില്ല. കൊച്ചിയിലുണ്ട്. ഞാനിപ്പോൾ ഋതു മന്ത്രയുടെ വീട്ടില ഇന്റർവ്യൂവില്ല ഞാൻ. അതെ, പറയാം ഋതുവിൻ്റെ അടുത്ത് പറയാം. ഓക്കെ, ഞാൻ എന്നിട്ട് വൈകുന്നേരം ഇത് കഴിഞ്ഞ ഉടനെ വരാം, എന്നിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ശരി. ഋതു എന്താണെന്നറിയോ, എന്നെ വിളിച്ചത് ബൈറ്റ് ഹോംസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് വിളിച്ചത്. ഞാൻ നമ്മുടെ മൈൽ സ്റ്റോണിൽ ഒരുപാട് ഷോസ് അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ബൈറ്റ് ഹോംസ്. അപ്പം ഇപ്പം അവർ വിളിച്ചിപ്പോൾ നമ്മുടെ അടുത്തൊരു ഷൂട്ടുണ്ട്. അപ്പം ഞാൻ ഋതുവിൻ്റെ വീട്ടിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഋതുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ഹൈ പറയണേന്ന്. ആരാന്ന് മനസ്സിലായോ ബൈറ്റ് ഹോംസ് എന്ന് പറഞ്ഞത്? അത് നല്ലൊരു നമുക്കിപ്പോൾ വീട് വെക്കണം. ഇപ്പൊ ഋതുവിന് ഇപ്പൊ ഇവിടെ ഫ്ലാറ്റ് അല്ലേ, ഇപ്പൊ ഋതുവിന് തന്നെ നമുക്ക് ഇവിടെ എറണാകുളത്ത് നല്ലൊരു വീട് വെക്കണം. പക്ഷെ വീട് വെക്കാന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ആ ഒരു വലിയൊരു ലംസം ഓഫ് എമൗണ്ട് എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മടിക്കും, ഇത്ര പൈസ വന്നിട്ട് നമ്മൾ എപ്പോൾ വീട് വെക്കും, അല്ലെ അത്ര പൈസയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഒരു ലോങ് ജേർണിയാണ് അല്ലേ. അപ്പം ഈ ബൈറ്റ് ഹോംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് പൈസ ആദ്യം കിട്ടിയാൽ മതി. അതാണ് എനിക്ക് അവരുടെ സ്കീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം നമ്മൾ ഹാഫ് പൈസ കിട്ടുക, ബാക്കി പൈസ 50 തവണകളായിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബാക്കി പൈസ നമ്മൾ അടച്ചാൽ മതി. പിന്നെ നമ്മളിപ്പോൾ വീട് വെക്കേണ്ടതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ തരും. പിന്നെ നമുക്ക് ചിലപ്പോൾ ലൈവില് സൈറ്റിൽ പോയി നമുക്ക് ലൈവായിട്ട് ഒന്നും കാണാനും പഠിക്കാനൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ആപ്പ് ഉള്ളതുകൊണ്ട് ലൈവായിട്ട് നമുക്ക് അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. ഈ ആപ്പ് നമുക്ക് എല്ലാം അങ്ങനെ അറിയാൻ പറ്റും. അപ്പം ഋതുവിന് വേണമെങ്കിലോ അല്ലെങ്കിൽ ആൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ യു ക്യാൻ ഈസിലി റെഫർ ചെയ്യാം, ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പൊ അവര് വിളിച്ച കറക്റ്റ് ടൈമിംഗ് അത് പറയാൻ പറ്റി. അപ്പൊ അവരുടെ ഒരു ഷൂട്ട് ഉണ്ട് നമുക്ക്, അപ്പൊ അതിന്റെ ഒരു ടൈമിംഗ് പറയാനാ അവര് വിളിച്ചത്. അതെ, വരട്ടെ അത് നടക്കട്ടെ. അപ്പൊ ഋതു വീട് വെക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ് ഹോംസ് കേട്ടോ, ഓർത്തോണം. വീടെന്ന് പറഞ്ഞ സ്വപ്നം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ കൂടെ ബൈറ്റ് ഹോംസ് എന്നുള്ള പേരും കൂടെ വരട്ടെ. അപ്പൊ നമുക്ക് എന്നാ പെട്ടെന്ന് പോവാം ഫ്രണ്ടിനെ കാണാൻ. മതിയോ, ഫിനിഷ് ചെയ്തോ? ഓക്കെ, അപ്പൊ എന്നാ ഞങ്ങൾ പെട്ടെന്ന് ഋതുവിന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. നിങ്ങളും കൂടെ വരൂ. അപ്പൊ പാട്ട് ഇനിയിപ്പോ ഏതാ പാടാൻ? പാട്ട് കേട്ട് വീട്ടിൽ ഡെയിലി സിംഗർ എല്ലാ ദിവസവും കേട്ടോ, സംഗീത ക്ലാസ് നടത്തുന്നു. ചേച്ചി ഋതുവിന്റെ പാട്ട് കേൾക്കാൻ ഇത്ര താല്പര്യം. അല്ല എന്നാലും എനിക്ക് അതൊന്നും എനിക്ക് ഇടയ്ക്ക് ഒരു പിച്ച് ഔട്ട് കേൾക്കണം. കണ്ണൂരിന്ന് വന്നിട്ട് എന്നെ തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു അപമാനിക്കാണ്. മധ്യ തിരുവിതാംകൂർ വന്ന ഒരു തീറ്റ എന്നെ നാണം നമുക്കെല്ലാം പറ്റുള്ളൂ.